ജമാഅത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുന്നവരെ ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് നമ്മുടെ ഖലീൽ ബുഖാരി തങ്ങൾ അവർ ബഹുമാന്യനായ ഉസ്താദ് പറഞ്ഞ കാർഡാണ് ഇന്ന് വൈകുന്നേരം കഴിഞ്ഞപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയും വിലയിരുത്തലും ഒക്കെ ആയിരിക്കുന്നത്. കൂട്ടത്തിൽ ഞങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കും എന്ന നിലപാടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് ജമാഅത്ത് ഇസ്ലാമി പ്രൊഫൈലുകളിൽ നിന്ന് കടുത്ത രൂക്ഷമായ വിമർശനങ്ങൾ നടക്കുന്നുണ്ട്. മറുവശത്ത് മറ്റ് ആളുകളിൽ നിന്നുമൊക്കെ ചർച്ചയുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഞാനത് നോക്കിയപ്പോൾ നമ്മൾ സാധാരണ ഈ ഹൽവ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് തിളയ്ക്കുന്ന ഘട്ടവും അത് പരുവപ്പെടുന്ന ഘട്ടവും ഒക്കെ കഴിഞ്ഞ് പിന്നീട് അത് കോരി പാത്രത്തിൽ വെക്കുന്ന ഘട്ടത്തിലാണ് അത് നല്ല ഷെയ്പ്പായി നല്ല ഹൽവയായി മാറുന്നത് എന്ന് പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പിന് ഇനിയും ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിരിക്കെ ഏത് തരത്തിലും കുഴയ്ക്കാവുന്ന ഒരു കിണ്ടൽ മാത്രമാണ് ബഹുമാന്യനായ ഈ നമ്മുടെ ബുഖാരി ഉസ്താദ് ഖലീൽ ബുഖാരി ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തെ അങ്ങനെ നിങ്ങൾ വല്ലാണ്ട് കാണേണ്ടതില്ല. ഞാനതിനെ ഒന്ന് വിഘടിപ്പിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വ്യത്യസ്തമായ ചിന്തകളാണ് ഞാനിതിൽ പങ്കുവെക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയെ ഇപ്പോൾ തൽക്കാലം സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന CPIM-നും കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന BJP-ക്കും തുല്യമായ വിരോധമുള്ള സംഘടനയാണ്. ആ സംഘടനയെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഈ രണ്ട് കോണുകളിൽ നിന്നും ഒരു പ്രതീക്ഷയുടെ കിരണങ്ങൾ പ്രത്യക്ഷമാവുകയും തങ്ങൾ മതരാഷ്ട്രവാദത്തോടൊപ്പമല്ല, ആ ജാഥയിൽ പറഞ്ഞതുപോലെ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് വരുത്തുന്നതിനും സഹായകരമായി തീരും എന്നതാണ് അതിൻ്റെ ഒരു ഗുണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ കണ്ടത്. എന്ന് മാത്രമല്ല, കാലം കുറേയായി വഹാബികളോടും ജമാഅത്ത് ഇസ്ലാമിയോടും ഒരുമിച്ചാണ് സുന്നി പ്രസ്ഥാനങ്ങൾ പോരാട്ടം നടത്തുന്നതെങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഗതികളിൽ വഹാബി പ്രസ്ഥാനങ്ങൾ ഈ പല കഷ്ണങ്ങളായി അവിടെ നിൽക്കുന്നതുകൊണ്ട് അതിനെ വിട്ട് കുറച്ച് കേന്ദ്രീകരിച്ച് പിടിച്ചിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അതുകൊണ്ട് ആ ഒരൊറ്റ പ്രസ്താവനയിലൂടെ രണ്ടുപേരെയും നന്നായി സന്തോഷിപ്പിക്കാനും ഒക്കെ കഴിയും എന്നുള്ളത് ആ പ്രസ്താവനയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ജമാഅത്ത് ഇസ്ലാമി പിന്തുണയുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ സംഗതികളെയെല്ലാം പിന്തുണയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു വക്താവായി നിൽക്കുന്നത് VD സതീശനാണ്. അദ്ദേഹം പത്രസമ്മേളനങ്ങളിലൊക്കെ ഈ പറയുന്ന സംഗതികൾ പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും അല്പം ശബ്ദം കുറച്ചാണ് ഇതൊക്കെ പറയുന്നത്. പണ്ട് ജമാഅത്ത് ഇസ്ലാമി ഇടതുമുന്നണിയെ പിന്തുണച്ചിരുന്ന കാലത്ത് ഈ പറയുന്ന ഖലീൽ ബുഖാരി തങ്ങളുടെ സുന്നി സംഘടനകൾക്കൊന്നും അങ്ങനെ ഒരു വിരോധം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ബന്ധം ജമാഅത്ത് ഇസ്ലാമിയും സുന്നിയുമായിട്ടായിരുന്നില്ല. ജമാഅത്ത് ഇസ്ലാമി CPIM-ന് പിന്തുണ കൊടുക്കുന്നു, സുന്നി സംഘടനകൾ CPM-ന് പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും നടുക്ക് നമ്മൾ രണ്ട് വശത്തുനിന്ന് ലൈൻ വലിച്ചു കെട്ടുമ്പോൾ നടുക്കൊരു പോസ്റ്റ് നിൽക്കുന്നത് പോലെ CPIM ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ആ പിന്തുണയെക്കുറിച്ച് ഉറക്കെ പറയുന്നത് നമ്മുടെ VD സതീശൻ സാറാണ്. ബാക്കിയുള്ള കുഞ്ഞാപ്പയോട് ചോദിച്ചാലും ബാക്കിയുള്ളവരോടെല്ലാം ചോദിച്ചാൽ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടിയും ബാക്കിയുള്ള സമുദായ സംഘടനകൾക്കിടയിലുള്ള തർക്കമൊക്കെ അവർക്കിടയിലുള്ളതാണ്. ജനങ്ങളുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വോട്ടിൻ്റെ വിഷയം വരുമ്പോൾ അതൊന്ന് UDF രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടണ്ട എന്ന് പറയുന്ന വളരെ ബുദ്ധിപരമായ വളരെ യുക്തിപരമായ ഒരു നിലപാടാണ് കുഞ്ഞാപ്പ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ഇനി എന്തെങ്കിലും തരത്തിൽ എതിർക്കാൻ ശ്രമിച്ചാലും VD സതീശൻ്റെ ജമാഅത്ത് ഇസ്ലാമിയെ മാത്രം എതിർത്താൽ മതിയാവും. ബാക്കി എല്ലാവർക്കും അങ്ങനെ ഒരു ജമാഅത്ത് ഇസ്ലാമിയോടുള്ള ഒരു നിലപാട് ഖണ്ഡിതമായി അവരാരും ഉറക്കെ വീണ്ടും ഉറക്കെ എന്ന് പറയുന്ന പോലെ അങ്ങനെ പ്രസ്താവന നടത്തുന്നില്ല. VD സതീശനാവട്ടെ പറവൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തരം ഒരു വർഗീയ ശക്തികൾക്കും യാതൊരു കൂസലും ഇല്ലാത്തവണ്ണമുള്ള നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മാത്രമല്ല, ഈ നമ്മുടെ കാന്തപുരം ഉസ്താദിൻ്റെ കേരള യാത്രയുടെ സമാപന വേദിയിൽ അവിടെ വെച്ച് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതിന് മറുപടി പറഞ്ഞപ്പോൾ തക്ബീർ മുഴങ്ങി ഒക്കെ കേട്ടത് ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ആർക്കറിയാം? ഖലീൽ ബുഖാരി തങ്ങൾക്കറിയാം. എന്നുവെച്ചാൽ ഈ മുകളിൽ സമദൂരവും ജമാഅത്ത് ഇസ്ലാമി വിരുദ്ധവും ഒക്കെ പറഞ്ഞാലും നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ അടക്കമുള്ളവർ കുഴിച്ചിട്ടിരിക്കുന്ന ആ പറയുന്ന നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള അല്ലെങ്കിൽ നസറാണി വരെയുള്ള സംഗതിയിൽ ഈ പറയുന്ന മീമായ മുസ്ലിങ്ങൾ ഇതിനകത്തില്ല എന്നുള്ള ആ കൂട്ടുകെട്ടിൻ്റെ ആ സംഗതിയൊക്കെ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ അത്തരമൊരു വിരോധം വരുമ്പോൾ
കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നത് പോലെ അതിനുവേണ്ടി അവിടെ മുസ്ലിം ലീഗിനെ കണ്ടെത്തിയതുപോലെ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ ക്യാമ്പയിനേ ഉള്ളൂ എന്ന് അതിൽ വിശ്വസിക്കുന്നവർക്കും അറിയാവുന്നവർക്കുമൊക്കെ അറിയാം. പിന്നെ രാഷ്ട്രീയ നിലപാടുള്ളവർ രാഷ്ട്രീയ നിലപാടിലെ ആര് പിന്തുണച്ചാലും വോട്ട് ചെയ്യുകയുള്ളൂ എന്നതാണ് സത്യം. ഇനി അതിൻ്റെ മൂന്നാമത്തെ പോയിൻ്റ്, ഞങ്ങൾ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സഹായിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഈ ഖലീൽ ബുഖാരി തങ്ങളുടെ ആ നിലപാടിനെ കാണേണ്ടത്. കാരണം CPM നിർലോഭമായി സഹായിക്കുന്നുണ്ട് ഈ കാന്തപുരം ഉസ്താദിൻ്റെ സുന്നി പ്രസ്ഥാനത്തെ, BJP നിർലോഭമായി സഹായിക്കുന്നുണ്ട്. കാരണം സഹായിക്കുന്നില്ലെങ്കിൽ അവരുടെ മേലുള്ള എന്തെല്ലാം വിഷയങ്ങളുടെ മേൽ നടപടിയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ എടുക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും സ്പേസും അതിനുള്ള കരുത്തുമൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അതിലൊക്കെ അവർ മൗനം പാലിച്ച് നിൽക്കുന്നതിലും പലതിലും ഇങ്ങനെ ചൂണ്ടി വെക്കുന്നതല്ലാതെ ഒന്നും ചെയ്യാതിരിക്കുന്നതും അതിൻ്റെ ഒരു സഹായത്തിൻ്റെ അല്ലെങ്കിൽ അത്തരം ഒരു കരുതലിൻ്റെ ഭാഗം തന്നെയാണ്. പിന്നെ കർണാടകയിലേക്ക് നോക്കിയാൽ അവിടെ കോൺഗ്രസും ഈ പറയുന്ന സുന്നി പ്രസ്ഥാനത്തെ സഹായിക്കുന്നുണ്ട് കാര്യമായി. അവിടുത്തെ സ്പീക്കർ ഖാദർ സാറൊക്കെ ഈ കാന്തപുരം ഉസ്താദിൻ്റെയും ആ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ സ്വന്തം ആളാണ്. എന്ന് പറയുമ്പോൾ സഹായിക്കുന്നവരെ സഹായിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സഹായിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ കാര്യങ്ങളെ വിശദീകരിച്ച് കാണാനുള്ള ഒരു വിശാല ചിന്ത ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നെറ്റിസൺസിന് ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന.